ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേൽ ചില ടാരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ടെർമിനോളജികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ടാരിഫ് അഥവാ ഇറക്കുമതി ചുങ്കം? ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ഒരു രാജ്യം ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഇറക്കുമതി ചുങ്കം അഥവാ ഇമ്പോർട്ട് ടാരിഫ് എന്നറിയപ്പെടുന്നത്. സാധനത്തിൻ്റെ യഥാർത്ഥ വിലയുടെ മേൽ ഇറക്കുമതി ചുങ്കവും കൂടി ചേരുമ്പോൾ സാധനങ്ങളുടെ വില ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യത്ത് വർദ്ധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി എന്താണ് റെസിപ്രോക്കൽ ടാരിഫ് അഥവാ പകരം ചുങ്കം എന്ന് പരിശോധിക്കാം. തങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് മേൽ ഇമ്പോർട്ട് ടാരിഫ് ഏർപ്പെടുത്തിയതിനുള്ള മറുപടിയായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ് റെസിപ്രോക്കൽ ടാരിഫ് അഥവാ പകരം ചുങ്കം. US-ൽ നിന്നുള്ള ബൈക്കുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ 40% ടാരിഫ് ഏർപ്പെടുത്തിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US-ലേക്ക് പ്രവേശിക്കുന്നതിന് US-ഉം 40% തന്നെ ടാരിഫ് ഏർപ്പെടുത്തും. ഇതാണ് റെസിപ്രോക്കൽ ടാരിഫ്. ഒരു ടാരിഫിന് മേൽ ഏർപ്പെടുത്തുന്ന ടാരിഫാണ് പിഴച്ചുങ്കം എന്നറിയപ്പെടുന്നത്. തങ്ങളുടെ നിലപാടുകൾക്ക് എതിരായ നയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളുടെ മേലാണ് സാധാരണയായി പിഴച്ചുങ്കം ഏർപ്പെടുത്താറുള്ളത്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ മേൽ 25% പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു നടപടി കൈക്കൊണ്ടത്. ഇത്തരത്തിൽ രാജ്യങ്ങൾ പരസ്പരം ടാരിഫുകൾ ഉയർത്തുന്നതിനെയാണ് ടാരിഫ് വാർ എന്ന് പറയുന്നത്. ടാരിഫ് വാർ ഇരു രാജ്യങ്ങളുടെയും എക്സ്പോർട്ടിനെ സാരമായി ബാധിക്കും. മാത്രവുമല്ല, ആഭ്യന്തര വിപണിയിൽ വില ഉയരുവാനും ഇത് കാരണമാകും. ഓഗസ്റ്റ് 1-ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% റെസിപ്രോക്കൽ ടാരിഫാണ് പ്രഖ്യാപിച്ചത്. അതായത് 25% പകരം ചുങ്കം. ഇപ്പോൾ 25% പിഴച്ചുങ്കവും പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ 50% ടാരിഫ് പിരിച്ചെടുക്കുവാൻ ട്രംപിന് കഴിയും. ഇന്ത്യൻ കയറ്റുമതിയെ ഇത് സാരമായി ബാധിക്കും. ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യ ഇതുമൂലം നേരിടേണ്ടിയും വരും.